ഹായ് ഗൈസ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് ഫീസ്റ്റ്. നമ്മൾ വോബോൺ സഫാരി പാർക്കിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ വണ്ടിയും കൊണ്ട് കറങ്ങി കാണാനുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമുക്ക് ഫുഡ് സഫാരിയാണ്. നമുക്ക് നടന്ന് കാഴ്ചകൾ കാണാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളത് ചെറിയ ഇതിലുള്ള മൃഗങ്ങളും അതേപോലെ തന്നെ കരയിലും വെള്ളത്തിലും വളരുന്ന പലതരം ജീവികളും മത്സ്യങ്ങളുടെയും അതേപോലെ തന്നെ ബേഡ്സിൻ്റെയും പാരറ്റ്സ് അതേപോലത്തെ ആനിമൽസിൻ്റെ എല്ലാം ഷോയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാം. ഞങ്ങളങ്ങനെ സുവാൻ സ്വിമ്മിങ്ങിൻ്റെ അവിടെ എത്തി. ഇപ്പം ഞങ്ങൾ കയറാൻ വേണ്ടി ലൈൻ നിൽക്കുകയാണ്. നമുക്കുള്ള സാധനം എത്തിയിട്ടുണ്ട്, റോസ്. അങ്ങനെ ഞങ്ങൾ സുവാനിനകത്ത് കയറി ഇങ്ങനെ പോവാണ്. കാറ്റുണ്ട്, കാറ്റ് മെല്ലെ നടക്കുന്നത്. നമുക്ക് അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് പോലെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കത് പെഡൽ ബോട്ടാണ്. പെഡൽ ബോട്ട് നമുക്ക് തന്നെ ചവിട്ടി പോകാം. അഡൾട്ടായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് പോകാൻ അലൗഡുള്ളൂ. നല്ല രസമാട്ടോ, ചവിട്ടി നല്ല കാറ്റ്. ഈ കയറുന്നതിനകത്ത് നമുക്ക് ചാർജ് ഇല്ല കേട്ടോ. അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ആ പേയ്മെൻറ്റിനകത്ത് ഉള്ള ഇൻക്ലൂഡാണ്. ചാർജൊന്നും കൊടുക്കണ്ട. നമുക്കിഷ്ടത്തിന് ഇങ്ങനെ പെഡലിൽ ചവിട്ടി അങ്ങനെ പോവാം. ചുറ്റും നല്ല വെയിലും ഉണ്ട്. ആ ചെറിയ തണുപ്പും ഒരു ചൂടും കൂടെ ആകുമ്പത്തിന് നല്ല രസമാണ് നമുക്ക് ചവിട്ടി പോകാൻ വേണ്ടി. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നിങ്ങൾ UK ഇംഗ്ലണ്ടിലോ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വോബോൺ സഫാരി പാർക്ക്. നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങളങ്ങനെ എക്സിലിട്ട് എത്താനായി. ഞങ്ങളങ്ങനെ എത്തിയിട്ടോ. നമ്മളെത്തിയല്ലേ? കാലൊക്കെ മാറ്റി വെച്ചോളാം. നമ്മളെ ഇറക്കാൻ ആൾ വരുന്നുണ്ട്. അടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നൊരു ബേഡ്സിൻ്റെ ഇക്കോസിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. ബേഡ്സിൻ്റെ ആണ് ഇതിപ്പോൾ. നമുക്കിവിടെ എൻട്രൻസ് ഉണ്ടോ? അവിടെ എൻട്രൻസ് ഉണ്ടായിരുന്നു. എൻട്രൻസിൽ ഞങ്ങൾ ഇവിടെ കയറ്റിയ ചെറിയൊരു ക്ലാസ് വന്നു. ഒരു 2-3 മിനിറ്റ് എന്തൊക്കെ ചെയ്യണം, അവിടെ തൊടാനൊന്നും പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതേപോലെ തന്നെ ഫംഗസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഡിസിൻഫെക്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളെ അകത്ത് കയറ്റിയിരിക്കുന്നത്. ഇത് ചെറിയൊരു ഇക്കോസിസ്റ്റം പോലെ അവർ ഓപ്പൺ എയറിൽ ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് വെച്ചിരുന്ന് കയറിയപ്പോൾ ഒന്നും ബേഡ്സിനൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സൗണ്ടൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. പാരറ്റ്സ് ആണ്, നമുക്ക് അവിടെ നിന്ന് കുറച്ച് കാണാൻ പറ്റും. ഈ പച്ച ഇലകളിൽ കൂടെ പാരറ്റിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. പാരറ്റും വേറെ കിളികളാണെന്ന്, വേഴാമ്പൽ, അതേപോലെ തന്നെ പഞ്ചവർണ്ണ തത്ത അങ്ങനെയൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ കിളികളൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരു സൈസ് പാരറ്റ് ഇരിപ്പുണ്ട്. അവരൊക്കെ ഇരുന്ന് തൂവലൊക്കെ ഒരുക്കി റെഡിയാക്കുകയാണ്. ഒരു 3 എണ്ണം ഉണ്ട്. അങ്ങനെ ഒരു 5-6 എണ്ണത്തെ ഞങ്ങളിവിടെ കണ്ടുള്ളൂ. ഇനി ഉള്ളിൽ വേറെ ഉണ്ടോയെന്ന് അറിയത്തില്ല ശരിക്കും കറക്റ്റായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവരെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവരെ വളരാനുള്ള ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയത് അതേപോലെ തന്നെയാണ്. അങ്ങനെ ഞങ്ങളത് കാഴ്ച കണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ ഒരു മംഗൂസ് അല്ലെങ്കിൽ മീർക്കാറ്റ്, സുറിക്കേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സദേൺ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഒരു ജീവിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനൊരു ചെറിയൊരു ഡെസേർട്ട് പോലെ ഉണ്ടാക്കി അതിൻ്റെ ഇക്കോസിസ്റ്റം അവിടെ നിലനിർത്താൻ വേണ്ടി അവരുണ്ടാക്കി ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും മരത്തിൻ്റെ അടിയിൽ തുറക്കുന്നതും എല്ലാം. ഇവിടെ ഒരു മംഗൂസിൻ്റെ ഒക്കെ ഒരു വർഗത്തിൽപ്പെട്ടതാണിത്. എൻജോയ് ചെയ്തോ? രസമുണ്ടോ? ഇതിനകത്ത് ലൈവ് പാരറ്റ് ഉണ്ട്.
എല്ലാവരും കുറേ നടന്ന് ക്ഷീണിച്ച് ഞങ്ങളെല്ലാവരും ഒരിടത്ത് കൂടി. അപ്പോഴാണ് ഇവിടെ ഒരു പാരറ്റ് ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, നമ്മുടെ ഈ പഞ്ചവർണ്ണത്തത്ത എന്നാണ് മലയാളത്തിൽ പറയുന്നത്, തോന്നുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതിൻ്റെ ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. കേട്ടോ, ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഏകദേശം ആ ഷോ കഴിയാനായിരുന്നു. ഇവിടെ ഓരോ ടൈം അനുസരിച്ച് ഓരോ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ബുക്ക്ലെറ്റ് തന്നതിനകത്തുണ്ട് എല്ലാ കാര്യവും ഷോയും. പിന്നെ ഞങ്ങൾ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ക്ഷീണിച്ചു. സമയം അപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞു. സാധനം ഭയങ്കര തീ വില 25 പൗണ്ടിനാണ് സാധനം, എക്സ്പെൻസീവ്. എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുക. എന്താ കുരുക്ഷേത്ര ഭൂമി ഇറങ്ങുന്നുണ്ട്. ജോസ്നെയാണ് കൂടുതൽ കഴിച്ചത്. നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒരു പാരറ്റ് ഷോ ഉണ്ട്. പാരറ്റ് അല്ല, ബേർഡ്സിൻ്റെ ഷോ ഉണ്ട്. അവളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. സ്റ്റാർട്ടായി തോന്നുന്നു. നോക്കട്ടെ. But households are a little bit different. They do want to be part of a bigger group. Now, in that group, there would only be one female and the rest will be males, and she would be at the top of that hierarchy. She's in charge. She's the queen of her group. Then it will be all males underneath. Now, when it comes to food time, they make sure that that hierarchy is in place. So, being the female and being in charge, she'll get first dibs on any food that they get. So she can pick the best bits or the bits that she enjoys more, where then it starts going down the hierarchy, and if you're at the bottom of that hierarchy, you're basically getting what's left, what no one else wants. So your job is to move up in that hierarchy, make sure that you're working part of that team, so you get the best food possible. Now you can see the lovely little white bands of feathers at the bottom of Ziggy's tail. Now he'll be moving them around, and that's how he can tell us how he's feeling. So he can shake himself as well. That could mean that he's a bit anxious or he's spotted something. So being able to read your bird's body language is a really good help, okay? അങ്ങനെ ഈഗിളിൻ്റെ കുറച്ച് ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ അകത്തോട്ട് കയറ്റി അടുത്ത ഒരു ബേർഡിനെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഇപ്പോൾ ഉണ്ട്. അവളാണെന്ന് തോന്നുന്നു. വലിയ അവളാണ്. അതിൻ്റെ ഉള്ളിൽ കാണുന്നത് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത അവളുടെ ഷോ നമുക്ക് കാണാം എന്തൊക്കെയാണെന്ന്. And he's our Malaysian brown wood owl. So as you can see, he might make an appearance out of his perfect guide on his way over to Alicia. Now Herman, you'll probably hear him quite a bit. He's quite a chatty little bird. That is only because he is bred in captivity. So he can be as noisy as he likes. While out in the world, he would have to be pretty quiet, or he would be able to be found out where he is hiding. Now, owls are named after what you can see. He's brown, so there's the brown part. You would mainly find him in the woods, there's the wood part. So, that gives it away that he is our brown wood owl. Now, everyone thinks that owls can turn their head 360 degrees. That's not entirely true. He can turn it 270 degrees, so he can still turn it more than what we can turn it. But that's because he has double the amount of bones in his neck than we do. Now that comes in handy because when he's out there in southern India, he needs to be able to hide away from all of the other predators that might be coming his way. So if he has to toss around and turn as much as we do to have a good look around us, he'll be able to spot, and even with his amazing camouflage,
something moving around the log would stick out pretty quick. So being able to put his back against the tree trunk and basically never see what he needs to do, he is even better at being camouflage. Now, owls' eyes tell us something. If they have bright yellow eyes, they come out in the daytime. If they have orangey eyes, they come out at dusk. If they have dark brown eyes, like our lovely Herman did, it means he comes out at night time. Now, us blind Herman in the daytime doesn't affect him. He can still see as well as he would at night. Having these different time zones, though, means that it's fair game for food. So other owls aren't going to be bumping into each other and fighting for that same bit of food. Now, flying around looks effortless. They do it amazingly, but it does take a lot of effort for these birds to be able to fly around. Now, not every day is a free day out there in the wild, so Herman knows he doesn't really want to be flying around every single day looking for his food, because he might have to go 2 to 3 days without food. So he will pick one spot and he will stay in that spot until his prey comes to him. Now, that is an effective way of hunting because he's saving up all of his energy to make that kill. If he's been flying around not finding anything for a couple of days, and then once he has found something, he might not have the energy to see which one he is from quite a far distance. Now you can see that Diego's coming out differently to all of the other birds. He's actually taken himself out. And that is because he has these lovely long red legs. Now these long red legs can reach the speed of 15 miles per hour when he chooses to. Now we don't see that speed from Diego that often. We see a nice little song that he's doing now. Now that just means that he's having a good look around. Hello, I'm gonna go chase some sheep. So Diego normally loves to chase the learn. That's how we get his exercise in. Make sure he's staying nice and healthy. Now you can find Diego out the wild in America, but sometimes farmers in America would use them as an alarm bird. Now you've probably heard Diego already, but just realizes it is coming from this one bird. This call can travel as far down as Penguin, so that's nearly over a mile away. Now that call can mean 2 different things. It could mean he's found a friend, he's trying to find a friend, but it also means there's something here that shouldn't be here. So that call will give an alert out to the farmers to make sure that they come and check their animals. And it's also loud enough that it should wake him up at night time. Now you can see that Diego, some of you guys, he has that lovely crest on the top of his head. Now the red-legged streamer is the only streamer with that lovely crest. The black leg just has a smooth head on top. Now Diego can move that crest around if he chooses to, and that just takes any sort of pressure, or if anyone is chasing him, it takes the look on his face away. It gives them something else to focus on. Now you're probably thinking, if Diego was spotted by a predator, he sticks out like a sore fox. He's got bright red legs. But he would be found in long grasslands, so he will hunt it down, hide them long red legs underneath his body, and then he will start to blend in, which means it'd be harder for his predators to find him. Now Diego does have wings, but mainly he likes to run around on the ground because that is the quickest way for him. But if he chooses, he can jump over a mile long. He can jump a meter high just to get up into their nice high trees. Now as you see, training for Diego is a little bit different. It's not the same as our other birds. Now we have target stick, we have dogs for him to try and play with, but he does get distracted pretty quickly, and he does like to help himself to a few of our dandelions that grow around here. Now diet for Diego here at the park can be anything from bits of chili to vegetables to even his complete pellet diet. You taking that with you? Now the behaviour he's shown you is because out there in the wild he would try and eat venomous snakes. So a venomous snake will try and fight back, where if he picks it up from the back of the head and whacks it on the ground once a few times, that will achieve 2 things. One, it will be unconscious and dead. The second thing, it would have all of its bones broke up inside of its body, and he will swallow it whole like a big bit of spaghetti. So that behaviour is a natural behaviour. It means it keeps him safe, and it means he can swallow his food nice and safely. Now when Diego was close to you, you could probably see his lovely legs. Now, he hasn't got dry skin. His legs are just a bit scaly to help him from
any sort of midgie bites or anything like that. Now Jacob is the eagle owl. Now we know he is an eagle owl from them lovely little feather tufts on the top of his head. Now normally owls are when you see him out, he didn't have them, so that's a great indicator to tell you if you have an owl or an eagle owl. Now some people call them feather tufts, they're ear tufts, but they actually don't have anything to do with his ears. They do tell us something though, they can tell us how they are feeling. So if they are perky and you can see them, it means he's pretty content, he's pretty happy. If they were flat against his head and you couldn't tell if he had them, means he's spotted something, he's a little bit more nervous. So they do tell us and help us read how Donald is feeling. Now we have two of these owls, we have Donald and we have Dusty. Now in the bird of prey world, the females are always bigger. Now you're looking at Donald thinking he's pretty big and pretty amazing, yes he is, but Dusty is that little bit bigger. But if you see them and not together, you wouldn't be able to tell if they are or aren't together each other. Now, their hearing is amazing. If they needed to, they can pinpoint exactly where a noise is coming from. Where with us, because our ears hear the same, we have to turn around, spin and look around us to try and find that noise. Where Donald's ears aren't actually even to each other, there's one higher up than the other. That just means if there is a noise on his left-hand side, he can tell exactly where that is coming from without having to go around searching for it. Now here at the park, he gets a mixture of food from chick to rat to mice. But in the wild, he would find smaller mammals and he will try and catch them. Now a bird of prey is a bird that catches its food with its feet. So that is what Donald uses to make the first kill. He uses his very sharp talons and he will grip very, very tight so it can't escape. Now he has a lot of pressure in them 2 feet of his, hence why Emma is wearing that as well. Now Donald wouldn't mean to hurt Emma, but if he landed and had the grip on tight because he came in a little bit too fast, that's perfectly fine because he's not going to hurt Emma because she has that glove on. Now when Donald was flying over the top of you, you probably couldn't hear him flying. That's because owls can actually fly silently. അങ്ങനെ അവിടുത്തെ ഔളും അതുപോലെ തന്നെ മറ്റ് പക്ഷികളുടെ എല്ലാം ഷോ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നന്നായിട്ട് ലേറ്റായിട്ടുണ്ട്. അടുത്ത ഷോയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. കുറച്ചുകൂടെ നടന്നു പോയപ്പം അവിടെ മക്കാവ നമ്മുടെ പഞ്ചവർണ്ണ തത്ത 2-3 അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ, തന്നെ നല്ല വയസ്സുണ്ട്, നല്ല വലുപ്പമുണ്ട് അതിനെ കാണാൻ. അവിടെ ഒരു സീ ലൈൻ്റെ ഷോ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് 3 മണിക്കോ 3:30 ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ആ പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോയി നോക്കാം സീ ലൈൻ്റെ അവിടെ. അടുത്ത സ്ഥലത്തോട്ട് നടക്കുക. സീ ലൈൻ ഞങ്ങളിപ്പോൾ സമയം 3 മണിയായിട്ടുള്ളൂ. അപ്പോൾ അവിടെ കയറാൻ പറ്റില്ല, കയറിയൊന്നുമില്ല. സീ ലൈൻ ഷോ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. ഷോ 3:30-ക്കാണ്, നമ്മളിപ്പോൾ 3 മണിക്കാണ്. സീൻഡാലിൻ്റെ അതിൽ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് നമ്മൾ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഇഷ്ടംപോലെയുണ്ട്. പിള്ളേർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ ഏരിയയും സ്ഥലങ്ങളും ഉണ്ട്. ഇഷ്ടംപോലെ പിള്ളേരുടെ കളിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർ നടക്കുന്നില്ല, അതിലെല്ലാം കറങ്ങി നടക്കുന്നുണ്ടല്ലോ പിള്ളേർക്ക്. അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇതെല്ലാം. പിള്ളേരവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് വന്ന് ഈ സീ ലൈൻ്റെ അവിടെ ഒന്നുകൂടെ വന്നു. അപ്പം അതിൻ്റെ ഇൻസ്ട്രക്ടറും അതിൻ്റെ പല്ലിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ ആരോഗ്യവും കാര്യങ്ങളും അതിൻ്റെ ചെറിയ അഭ്യാസ പ്രകടനങ്ങളും ഫുഡ് കൊടുക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് നല്ല രസമുണ്ട് കാണാൻ.
നല്ലപോലെ ഇൻസ്ട്രക്ടർ പറയുന്ന അനുസരിച്ച് നടക്കുന്ന സീ ലയണാണ്. ഒന്നുപോലും കളയരുത് അതെ. കഴിഞ്ഞു, തീർന്നു. അങ്ങനെ അതിൻ്റെ എല്ലാം അഭ്യാസ പഠനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലാൻഡ് ഓഫ് ലെമൂർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജീവി, അതിനെ ഫുള്ള് ഇട്ടേക്കുന്ന കൂട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അത് ഓപ്പണാക്കി ഇട്ടേക്കാണ്. അതാണ് ഇത്ര ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു കേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ കുഴപ്പമൊന്നുമില്ല. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൃഗമാണത് ലെമൂർ എന്ന് പറഞ്ഞാൽ. ഞങ്ങളതിന് തുറന്നു കണ്ടപ്പം ഒന്നും കാണുന്നില്ലായിരുന്നു, ഒന്നും ഇല്ലേന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി നോക്കിയപ്പോഴാണ് അവിടെ ഫുള്ള് ഇത് നിൽക്കുന്നത് കണ്ടത്. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ കളി കാണാൻ. നടക്കുന്നു. ഓടണ്ട. നടന്നട്ടെ. നല്ല കിടിലം വാൽ. ഫോട്ടോ എടുത്ത് ലെമൂറിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ കണ്ട് പിന്നെ ഫാമിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന തോഴിമാരെയാണ്. പ്രത്യേകതര ആട്, കുറച്ച് സൈസ് കൂടിയ ആടാകുന്നു. ഈ ജമുനാപ്യാരി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ആടുണ്ട്. പിന്നെ ചെമ്മരി ആട്, അങ്ങനത്തെ ആടുകൾ ഇവിടെ ഉണ്ട്.
അച്ഛനോട് ആടിന് എന്തൊരു പ്രത്യേക താല്പര്യം. പോസ് ചെയ്യാൻ വന്നത് ബാ കടിക്കത്തൊന്നുമില്ല. ചേച്ചി തൊടുന്നതാണ്. കുത്തില്ലായിരിക്കല്ലേ. അവർക്കൊന്നും ഒരു പേടിയില്ല. അവർക്ക് ഇതിന് ആടിനെ കണ്ട് നമ്മൾ നടന്നു ചെല്ലുന്നത് പെൻഗ്വിനുകളുടെ ഒരു കേന്ദ്രത്തിലേക്കാണ്. ഫുള്ള് പെൻഗ്വിനാണ്. There's the penguin. It's a lot of penguins. Penguin. അത് ഓൾറെഡി ഫേമസ് ആ. കുറെ വീഡിയോ ഇറങ്ങിക്കാണ് ഇതിന്റെ ഒക്കെ. You know that? Hi, Pulikara. ആ അത് നൈസായിട്ട് കിട്ടി. ഇന്നൊക്കെ ഉണ്ടല്ലോ. മറ്റേ അരിയുണ്ട നമ്മളിങ്ങനെ അരിയുണ്ട കടിച്ചിട്ട് കിട്ടാത്ത ആടായിട്ടിരിക്കും. അത് കഴിഞ്ഞ് അവിടെ പിള്ളേർക്ക് സ്ലൈഡിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കും വലിയവർക്കെല്ലാം ചെയ്യാം. ഇത്ര ഹൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ ഞാനും കയറി 2 റൗണ്ട് പോയി പിള്ളേരുടെ തന്നെ. ഇവിടുന്ന് നമ്മൾ സ്ലൈഡിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ട്രെയിനില്ല, ആ ട്രെയിനകത്ത് ഒരു യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അവസാനം ട്രെയിനിൽ കയറാൻ പോലെ. ഏറ്റവും അറിയാം. ഏറ്റവും അറിയത്തില്ല നമ്മൾ. അങ്ങനെ കയറ്റുമോ സ്ഥലം ഉണ്ടാവുമോ എന്നുള്ള അനിശ്ചിതത്തിൽ പിന്നെ പലരും പല ബോഗിക്കകത്തിരുന്ന് ഉള്ള സീറ്റിലെല്ലാം കയറിയിരുന്ന് യാത്ര ചെയ്യുക. കാരണം ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. ഞങ്ങളപ്പോൾ തന്നെ നടന്നെല്ലാം കഴിഞ്ഞപ്പോൾ സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞു. അതിനകത്തോടെ കയറി ഓരോ കാഴ്ചകൾ കാണാനുണ്ട്. ഇതിൻ്റെ ഫുൾ ഔട്ട്ഡോർ കൂടെ ഉള്ളൊരു യാത്രയാണ്. നമ്മൾ നേരത്തെ പോയ ഭാഗങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാണാൻ പറ്റാതെ പോയ കുറച്ച് ആനിമൽസൊക്കെ ഉള്ള സ്ഥലം, ഏരിയകൾ, നമ്മൾ കാർ പാർക്ക് ചെയ്ത ഏരിയ, ഇതെല്ലാം ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ പഴയ ഊട്ടിയിലെ ട്രെയിനിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാത്രയാണ്. അതേപോലെ തന്നെ നമ്മൾ സൗത്ത് വെയിൽസിൽ പോയപ്പം ഇതേപോലെ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്തതാണ്. അത് 2-2.5 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തതാണ്. നല്ല ഫീലുള്ള ഒരു ഇതാണ്. നല്ല കാലാവസ്ഥയും കിട്ടിയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. അതേപോലെ തന്നെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റി.
നല്ലപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ഒരു 1 ഡേ ഫുള്ള് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വൂബേൺ സഫാരി പാർക്ക് എന്ന് പറയുന്നത്. Look this way. Abhi, look this way. What's this? Look, it's coming. Look, it's coming. I'm looking. Don't worry, you look. And this. What is this? Hello. What's that? Is that different possibilities? Oh. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കുത്തി വെച്ചേക്കുന്ന ആനയുടെ ഒറിജിനൽ കൊമ്പാണ്. അതാണ് അവിടെ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. ആനയുടെ ഒറിജിനൽ കൊമ്പാണ്. നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പെർമിഷനൊന്നും ഇല്ല. ഇതാണ് പിന്നെ ചെറിയ പിള്ളേർക്ക് വേണ്ടി ഉള്ള അടുത്തൊരു അഡ്വഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ. ഇത് സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുക്കണം. ഏതാണ്ട് ഒരു 8 പൗണ്ട് എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു ഒരാൾക്ക്. 2 പിള്ളേരെയും കയറ്റി വിട്ടിട്ടുണ്ട്. അവർ അതിനനുസരിച്ച് പോകുന്നുണ്ട്. അവർക്കൊരു പേടി മാറ്റാൻ പറ്റിയൊരു സാധനമാണ്. എഡുവിന് നല്ല പേടിയുണ്ട്. അത് എങ്ങനെയാണ് പോകേണ്ട ട്രിക്ക് അതിൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Pull it super tight. Pull it down to the ground. അങ്ങനെ തന്നെ. ആയിവാ. ഇതൊന്നും പിന്നെ അവന് കുഴപ്പമില്ല. ഇതൊക്കെ പിന്നെ പിടിച്ചു കിടക്കാം. ആടിക്കോ ആടി പിടിച്ചോ. വെരി ഗുഡ്. പൊക്കോ. പോട്ടെ. കാല് നേരെ വെക്ക്. അങ്ങനെ നേരെ വെക്ക്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് സഫാരി പാർക്ക്. ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ മാനെ കണ്ട്
നല്ല മാനൊക്കെ ഇരിപ്പുണ്ടേ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ് സഫാരി പാർക്കിലെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിൽ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. കൂടുതൽ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അറിയിക്കുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺ. സീ യു.